BJPക്ക് കുത്തിയില്ലെങ്കിലും ഒരോട്ട് തെളിയുന്ന, ഒന്ന് കുട്ടിയാൽ 2 വോട്ടായി തെളിയുന്ന മെഷീനുകളാണ് കേരളത്തിലെ ബൂത്തുകളിൽ വന്നിരിക്കുന്നതെന്ന്. മനുഷ്യരിൽ ചിലർ മറ്റു ചിലരെ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞില്ലെങ്കിൽ ഇവിടെ സവാമികൾ തകർന്നു പോകും. ഏത്? ജൂത ദേവാലയങ്ങൾ പൊളിഞ്ഞു പോകും. ക്രൈസ്തവ ചർച്ചുകൾ, സലവാത്ത് ഹിന്ദു ക്ഷേത്രങ്ങൾ, മസാജിദ് പള്ളികൾ പൊളിഞ്ഞു പോകും. ഇതൊന്നും പൊളിയണ്ട, ഇതൊക്കെ നിലനിൽക്കട്ടെ, ആരാധനാ സ്വാതന്ത്ര്യം നിലനിൽക്കട്ടെ. ഇതൊക്കെ പൊളിക്കുന്നത് തടയണമെങ്കിൽ പ്രതിരോധമുണ്ടാകണം. പ്രതിരോധം വാളുകൊണ്ടും വടികൊണ്ടും മാത്രമല്ല, ഒരു നിയമവ്യവസ്ഥയുള്ള രാജ്യത്തത് സാധ്യമല്ല. നാവ് കൊണ്ടുള്ള പ്രതിരോധത്തിന് നമ്മൾ രംഗത്തിറങ്ങണം. ഇലക്ഷൻ അതിൻ്റെ അവസരമാണ്. മതേതര ബോധമുള്ളവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടും നമ്മൾ സ്വന്തമായും പ്രതിരോധം തീർത്തില്ലെങ്കിൽ പള്ളികൾ പൊളിയും. അള്ളാഹു പറയുക, പള്ളികൾ പറയും മുമ്പേ ചർച്ചുകൾ പൊളിയും, സിനഗോഗുകൾ പൊളിയും, ടെമ്പിളുകൾ പൊളിയുമെന്ന് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ പൊളിയാതെ നിൽക്കണമെങ്കിൽ പ്രതിരോധ ശേഷി നമുക്കുണ്ടാകണം. നാവ് കൊണ്ടെങ്കിലും പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന രാജ്യം വളരെ പ്രധാനമായ, നമ്മുടെ രാജ്യഭാവിയെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സമയത്തൂടെ, സന്ദർഭത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നിമിഷങ്ങളിൽ നമുക്കെന്താണ് ചെയ്യാനുള്ളത് എന്ന് വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട സമയങ്ങളാണ്. സത്യവിശ്വാസി അവൻ്റെ മുമ്പിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളുടെ നിർദ്ധാരണത്തിന്, ആ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗ്രന്ഥം ഖുർആനും അള്ളാഹുവിൻ്റെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രപാഠങ്ങളും, വിശേഷിച്ച് പരിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ കഥകളായി ഖുർആനിലൂടെ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ചരിത്രപാഠങ്ങളും മുൻപിൽ വെച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ പദ്ധതികളെ കരുപിടിപ്പിക്കുക എന്ന ഉത്തരവാദിത്വവും ബാധ്യതയും ഓരോ സത്യവിശ്വാസിയും പ്രശ്നങ്ങളുടെ മുമ്പിൽ ഏറ്റെടുക്കേണ്ടതുണ്ട്. പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ തെറ്റായ നിലയിൽ അതിന് നിർദ്ധാരണം കണ്ടെത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് ഈ ലോകത്തെ ഒരു വിശ്വാസി ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ്, പാതകമാണ്. കാരണം അള്ളാഹു നമുക്ക് നൽകിയതിലെ ഏറ്റവും വലിയ കഴിവെന്നത് പടച്ചതമ്പുരാൻ നമുക്ക് തന്ന ബുദ്ധിശക്തി തന്നെയാണ്. ജീവിതത്തിൻ്റെ വഴികളിൽ വിജയം കൈവരിക്കാൻ ആവശ്യമായ ഭൗതിക പരിപാടികൾക്കെല്ലാം നമ്മുടെ ബുദ്ധിയെ അതിൻ്റെ പരമാവധിയിൽ ഉപയോഗിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. ഒരു കട തുടങ്ങാൻ തീരുമാനിച്ചാൽ, അതുപോലെ നമ്മൾ മറ്റെന്തെങ്കിലും വഴികളിൽ ആരംഭിക്കാൻ ശ്രമിച്ചാൽ, നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ശ്രമിച്ചാൽ, എല്ലാ കാര്യങ്ങളിലും പരമാവധി വിദഗ്ധന്മാരുടെ നിർദ്ദേശങ്ങൾ നാം പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യാറുണ്ട്. ബുദ്ധിപൂർവ്വം ആവോളം ആലോചിക്കാറുണ്ട്. രാവും പകലും ചിന്തിച്ചുറപ്പിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ആണ് നാം പലപ്പോഴും നടപ്പാക്കുക. പലപ്പോഴും അത് പാളിപ്പോകാറുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ നാം നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ചിന്താശേഷിയെ ആശ്രയിക്കാതെ, അവലംബിക്കാതെ, അതിനനുസരിച്ച് നമ്മുടെ പദ്ധതികൾ ആവിഷ്കരിക്കാതെ നമ്മൾ ഒരു കാര്യവും എടുത്തു ചാടി ചെയ്യാറില്ല. ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ, നമ്മുടെ ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു രാഷ്ട്രത്തിലെ പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന പ്രശ്നങ്ങളെയും എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഭൗതികമായ അറിവുകളും കാഴ്ചപ്പാടുകളും ഉണ്ടാകേണ്ടതുപോലെ അതും അനിവാര്യമാണ്. അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിലെല്ലാം കൃത്യമായ നിലയിൽ നമ്മെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ നിയന്ത്രിക്കുന്ന നമ്മുടെ തമ്പുരാൻ, പടച്ച തമ്പുരാൻ നമുക്ക് കാര്യങ്ങളെ അനുകൂലമാക്കി തീർക്കുന്നതിനാവശ്യമായ പരിപാടികൾ എന്തെന്ന് നാം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയിലൂന്നി നിന്നുകൊണ്ട് ആലോചിക്കുകയും വേണം. ദൗർഭാഗ്യകരമായ സംഗതി, നമ്മുടെ രാജ്യത്ത് ഇന്ന് വലിയ അപകടമാണ് വരാൻ പോകുന്നതെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫാസിസത്തിൻ്റെ അപകടകരമായ സ്വഭാവത്തെക്കുറിച്ച് ഇസ്ലാമിക സമൂഹം അതിൻ്റെ വേദനകൾ പങ്കുവയ്ക്കുമ്പോൾ അതൊന്നും വലിയ കാര്യമായി കാണാൻ കൂട്ടാക്കാതിരുന്ന നമ്മുടെ രാഷ്ട്രത്തിലെ ഇതര ജനവിഭാഗങ്ങളും ഇന്ന്
നമ്മുടെ രാജ്യം വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അംഗീകരിക്കാൻ നിർബന്ധിതരായിട്ടുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഫാസിസം ഒരു പ്രശ്നമേ ആയിരുന്നില്ല മുമ്പെല്ലാം. കാരണം ഇന്ത്യയിൽ ഫാസിസം വരില്ല എന്നാണ് അവർ കരുതിയത്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിപ്പിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും നേരെ ഇന്ന് ഭരണകൂടത്തിൻ്റെ കരങ്ങൾ നീളുമ്പോൾ, അത് ചിലപ്പോൾ ഇഡിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ രൂപത്തിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രൂപത്തിൽ, ചിലപ്പോഴൊക്കെ കോടതികളുടെ രൂപത്തിൽ പോലും ഭരിക്കുന്നവർക്ക് വിരുദ്ധമായി നിൽക്കുന്ന കക്ഷികളുടെ നേരെ ശക്തമായ നിലയിലുള്ള നീക്കങ്ങൾ നടക്കുകയും എന്നാൽ അപകടകരമായ നിലയിൽ പ്രവർത്തിക്കുന്ന അധികാരവുമായി ബന്ധമുള്ളവരുടെ നേരെ കണ്ണടയ്ക്കുകയല്ല, അവരെ രക്ഷിച്ചെടുക്കുകയും ചെയ്യുന്ന പ്രവണത കണ്ടു തുടങ്ങിയപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് ഫാസിസമാണ്. ഇതിനെ ഫാസിസം എന്ന് വിളിക്കാമോ എന്ന് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ 1-2 വലിയ നേതാക്കന്മാർ ചർച്ച ചെയ്ത് ഇതിനെ ഞാൻ ഫാസിസം എന്ന് പറയില്ലെന്ന് പറഞ്ഞ ഒരു നേതാവിൻ്റെ പേര് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ അവരെല്ലാം ഫാസിസം എന്ന് തന്നെ പറയുന്നത്. ഫാസിസം എന്നേ അവർക്ക് പറയാൻ അറിയാവൂ. ഇപ്പോൾ എപ്പോഴാണ് സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാരെ, മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ച് തങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്നവരെ എല്ലാം അഴികൾക്കുള്ളിൽ ആക്കി അവരുടെ പ്രവർത്തന ഫണ്ടുകൾ മരവിപ്പിച്ച് അവരുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് തടസ്സം വരുന്നു എന്ന് കണ്ടപ്പോൾ രാജ്യത്ത് വലിയ അപകടമാണെന്നും ഇവിടെ ഒരുപക്ഷെ നാളെ തെരഞ്ഞെടുപ്പുണ്ടാവുകയില്ലെന്നും വരെ അവർ തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞു തുടങ്ങി ഇത് ഫാസിസമാണ്. ഇത് പണ്ടേ നമ്മൾ പറഞ്ഞതാണ്. വരാൻ പോകുന്നതിൻ്റെ സൂചനകൾ കണ്ടുകൊണ്ട് പള്ളികൾ പൊളിക്കുന്നത് ഫാസിസമാണ്, അതിന് കൂട്ടുനിൽക്കുന്നത് ഫാസിസമാണ്, അതിനാരും കൂട്ടുനിൽക്കരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറഞ്ഞവർക്കെല്ലാം കാര്യം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ എല്ലാവരും അക്കാര്യത്തെ അംഗീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികളെന്നുള്ള നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബാധ്യത? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അപകടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ ഹിന്ദു കുടുംബങ്ങളോടുമുള്ള ഒരു അഭ്യർത്ഥന എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു കുറിപ്പ് നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമുക്ക് പൗരന്മാരെന്ന നിലയിലുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാവുന്നുണ്ടോ? നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അവരുടെ മതേതരമായ ജനാധിപത്യപരമായ ഉത്തരവാദിത്വങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമുക്ക് മുസ്ലിമീങ്ങൾക്ക് 30 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസിനെ ബോധ്യപ്പെടുത്താൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ബോധ്യപ്പെടുത്താൻ, മറ്റ് മതേതര പാർട്ടികളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 70ഓളം മുസ്ലിം ഭൂരിപക്ഷമുള്ള പാർലമെൻറ്റ് മണ്ഡലങ്ങൾ ഇന്ത്യയിലുണ്ടെന്നാണ്. മുസ്ലിമീങ്ങൾ 50%-ലധികമുള്ള 70 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ ഭൂരിപക്ഷമുള്ളിടത്ത് പോലും. എന്താണതിന് കാരണം? നമ്മുടെ വോട്ടുകൾ മതേതര പാർട്ടികൾക്കെന്ന് പറഞ്ഞ് നാം പകുത്ത് നൽകുകയാണ്. ഇത് നാം ചെയ്യുന്ന തെറ്റല്ലേ? ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥിയോട് പോലും ചോദിച്ചാൽ ഇതൊരു തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ മുമ്പിൽ നാം ചെയ്യുന്ന വിഡ്ഢിത്തരമാണെന്ന് സമ്മതിക്കില്ലേ? 20% അല്ലെങ്കിൽ 21% വോട്ട് നേടുന്ന ഒരു പ്രസ്ഥാനം അപ്പുറത്ത് നിൽക്കെ ബാക്കിയുള്ള 80 വോട്ടുകൾ 5 പകുത്തുപോയാൽ, 19 പകുത്തുപോയാൽ 20 അല്ലെങ്കിൽ 21 വോട്ട് നേടുന്നവൻ ജയിക്കുമെന്നത് ഗണിതശാസ്ത്രത്തിൻ്റെ ഏറ്റവും ലളിത പാഠമാണ്. ആർക്കാണ് അറിയാത്തത്? പക്ഷേ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഇതറിയില്ല. എന്താ അതിൻ്റെ അർത്ഥം? നമ്മളെക്കാൾ വിഡ്ഢികൾ ഈ ഭൂമിയിൽ ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ വിവരം പോലും മുസ്ലിം സമുദായത്തിൻ്റെ തലമുതിർന്നവർക്കില്ല, വോട്ടർമാർക്കില്ല എന്നാണ് അതിനർത്ഥം. ഇത്രയും വിഡ്ഢികളായ ഒരു ജനത എങ്ങനെ രക്ഷപ്പെടാനാണ്? നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം അത്. ഞാനൊരു രാഷ്ട്രീയത്തെക്കുറിച്ചും പറയുകയല്ല. അപ്പുറത്ത് നിന്നുകൊണ്ട് ഇപ്പോഴും 2 തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും 37%-ലപ്പുറം പലരെയും കൂട്ടുപിടിച്ച് വോട്ടിംഗ് മെഷീനുകളിലെ കള്ളക്കളികളൊക്കെ കേരളത്തിലടക്കം ഇന്നലെ പരിശോധനയ്ക്ക് അതിൻ്റെ സെൻറ്ററിൽ പോയി പരിശോധനയ്ക്ക് ഒപ്പം നിന്ന നേതൃത്വം നൽകിയ ഒരു വ്യക്തി പുറത്തേക്ക് പാസ് ചെയ്ത വോയിസ് മെസ്സേജ് നമ്മൾ കേട്ടു. BJPക്ക് കുത്തിയില്ലെങ്കിലും ഒരോട്ട് തെളിയുന്ന, 1 കൂട്ടിയാൽ 2 വോട്ടായി തെളിയുന്ന മെഷീനുകളാണ് കേരളത്തിലെ ബൂത്തുകളിൽ വന്നിരിക്കുന്നതെന്ന്. ഇത് തെറ്റാണെന്ന് കൃത്യമായ നിലയിൽ ഇതിനെതിരിൽ ഉയർത്തിപ്പിടിക്കാൻ ഒരു മുസ്ലിം ലീഡർഷിപ്പും ഇവിടെ വന്ന് ഞാൻ കണ്ടില്ല. പക്ഷേ ഇതിനെതിരിൽ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇതര സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ ഈ വോട്ടിംഗ് മെഷീനെതിരിൽ ശബ്ദിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതിനൊരു പിന്തുണ നൽകാൻ പോലും കഴിയാത്ത മന്ദന്മാരായി ഇസ്ലാമിക സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.
നമ്മുടെ വോട്ടുകൾ അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കാൻ ഇന്നിപ്പോൾ ഒരു പുതിയ മുന്നണി രൂപപ്പെട്ടിട്ടുണ്ട്, ശുഭോദർക്കമാണ്. പക്ഷേ അതുപോലും മുസ്ലിം സമൂഹത്തിലെ നല്ല വോട്ട് ബാങ്കുകൾ കൈവശമുള്ള ചില പ്രസ്ഥാനങ്ങളെ ഒപ്പം കൂട്ടാക്കുന്നില്ല. അവർ കാണിക്കുന്നത് വിഡ്ഢിത്തരമാണ്. അങ്ങനെയുള്ള പരിപാടികൾ അവർ ചെയ്യുമ്പോൾ എല്ലാവരുടെയും വോട്ടുകൾ ഒന്നിച്ച് നിന്നുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിലെങ്കിലും മുസ്ലിം സ്ഥാനാർത്ഥികൾ വേണ്ട, മതേതര സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ 70 മതേതര സ്ഥാനാർത്ഥികൾ ഉണ്ടായാൽ പോലും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം മുതൽക്കൂട്ടാണ്. ഇതൊക്കെ തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം എന്തുകൊണ്ടാണ് നമുക്കില്ലാതെ പോകുന്നത്? ഞാൻ ജനിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റാണ്, മരിക്കും വരെ കമ്മ്യൂണിസ്റ്റാണ് എനിക്ക്, അതുകൊണ്ട് എൻ്റെ പാർട്ടിയോടാണ് കൂറ വോട്ടിൽ. ഞാൻ ജനിച്ചപ്പോൾ കോൺഗ്രസ്സാണ്, മരിക്കും വരെ കോൺഗ്രസ്സാണ്, അതുകൊണ്ട് കോൺഗ്രസ്സിനല്ലാതെ ഞാൻ വോട്ട് ചെയ്യില്ല. അപ്പം കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാർക്ക്, കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് പകുത്തു പോവില്ലേ? പ്രിയപ്പെട്ടവരെ, ഇത് യഥാർത്ഥത്തിൽ തിരിച്ചറിയും. കേരളത്തിൻ്റെ 2 സ്ഥലങ്ങളിൽ ഇത് രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായ അറിവാണ്. ഈ തിരിച്ചറിവ് നിങ്ങൾക്കറിയുമോ? തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഒരു പക്ഷേ ഇന്ന് ഫാസിസ്റ്റ് ശക്തികളുടെ പ്രതിനിധി ജയിച്ചേക്കുമോ എന്ന ചില സംശയങ്ങൾ നിലനിൽക്കുന്നു. അവരെങ്ങനെ ജയിക്കാനാണ്? അപ്പുറത്ത് 2 മുന്നണികൾ 3-ൽ 2 വോട്ട് അപ്പുറത്ത് അവർ പിടിക്കുമ്പോൾ 3-ൽ 1 അല്പം കൂടുതൽ നേടിയാലേ അയാൾ ജയിക്കൂ. 3-ൽ 2 അപ്പുറത്ത് 2ആയി പകുത്തു പോകുന്നത് കൊണ്ട് മാത്രമേ ജയിക്കുക, അല്ലാതെ BJP സ്ഥാനാർത്ഥി ജയിക്കുന്ന മണ്ഡലമല്ല എന്ന് അദ്ദേഹത്തിനും അറിയാം, ലോകത്തിനും അറിയാം. പക്ഷേ അപ്പുറത്തുള്ള UDFും LDFും തുല്യമായി വോട്ട് പിടിക്കുമ്പോൾ അപ്പുറത്ത് 3-ൽ 1 അല്പം കൂടുതൽ അവർ നേടിയാൽ ജയിച്ചേക്കും. എന്താണ് ആ ജയിക്കാനുള്ള സാധ്യത പോലും? അപ്പുറത്ത് നിൽക്കുന്ന കേരളത്തിലെ മതേതര വോട്ടുകൾ 3-ൽ 2 താഴെ, 3-ൽ 2 വരുന്ന വോട്ട് മറ്റ് 2 കക്ഷികളും പിടിച്ചെടുത്ത് ഇവരെ ജയിപ്പിക്കുമോ എന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ഇതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബോധം ഇസ്ലാമിക സമൂഹത്തിന്, മുസ്ലിം സമുദായത്തിനെങ്കിലും ഉണ്ടാകണം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാവരും പരസ്പരം ഒന്നിക്കാൻ തയ്യാറല്ല എങ്കിൽ വിജയസാധ്യത ഉള്ളവർക്കെങ്കിലും വോട്ട് ചെയ്തുകൊണ്ട് ഫാസിസ്റ്റ് ശക്തിയെ ദുർബലപ്പെടുത്തി മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല രാജ്യത്തിനാകെയും ദുരന്തം സമ്മാനിക്കുന്ന ശക്തികളെ ഈ തെരഞ്ഞെടുപ്പിൽ പുറത്തു നിർത്താൻ നമ്മളുടെ ശ്രമം നടത്തുകയും ഒരു വശത്ത് നാം അത് നടത്തുക. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവിടുത്തെ ഹിന്ദുക്കളെ പ്രത്യേകമായി തരംതിരിച്ചിവർ നൽകുന്ന സന്ദേശം? ഇതിനെതിരിലൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളുടെ കണ്ണുകൾ നീളുന്നില്ല. ഇത് വർഗീയമായ പ്രചാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് തിരുത്താൻ ശ്രമിക്കുന്നില്ല. പക്ഷേ തിരുവനന്തപുരത്തെ UDFിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ പണമൊഴുക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാണിംഗ് കൊടുത്തു. ആകപ്പാടെ ഈ കേരളത്തിലുണ്ടായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാനിടയായ ഒരേ ഒരു ഇൻസിഡൻറ്റ് അത് മാത്രമാണെന്ന് തോന്നുന്ന വിധത്തിൽ പക്ഷപാതപരമായി പ്രവർത്തിക്കപ്പെടുകയാണ് ഇവിടെ. കൊടുക്കുന്ന നിർദ്ദേശം നിങ്ങൾക്കറിയോ? 410 വോട്ട് BJPക്ക് കിട്ടുമെന്ന് പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇവിടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിവ് വേണം നമുക്ക്. ഒരു സമൂഹം എന്നുള്ള നിലയിൽ സ്വന്തം നിലനിൽപ്പിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടായില്ലെങ്കിൽ, ആസൂത്രണത്തോടുകൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂൽ ബദറിൽ ആസൂത്രണം നടത്തിയാണ് യുദ്ധത്തിനിറങ്ങിയത്. ഉഹദിൽ ആസൂത്രണം നടത്തി. ആസൂത്രണം പാളിയാൽ റസൂൽ കൂടെ ഉണ്ടെങ്കിലും പരാജയപ്പെട്ടു പോകും. നിങ്ങൾക്കറിയാമോ, 50 അശ്വാരൂഢന്മാരെ, 50 അമ്പെയ്ത്ത് വിദ്യക്കാരെ ഉഹദിൻ്റെ മലയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ശത്രുക്കൾക്ക് കടന്നു വരാൻ പഴുതാകാനിടയുള്ള ഉഹദിൻ്റെ ജബലുർ റുമാത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ മലയിൽ നിർത്തി. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ജയിച്ചാലും തോറ്റാലും നിങ്ങൾ ഈ മല വിട്ട് താഴോട്ടിറങ്ങരുത്, കാരണം അത് ശത്രുക്കൾക്ക് കടന്നു വരാനുള്ള ഒരു പഴുതാണെന്ന് ഉഹദിൽ പോയിട്ടുള്ളവർക്ക്, ആ മല കണ്ടിട്ടുള്ളവർക്കറിയാം. പ്രിയപ്പെട്ടവരെ, യുദ്ധം വിജയത്തിൻ്റെ വക്കിലെത്തി. മുസ്ലിമീങ്ങൾ ഗനീമത്ത് വാരാൻ തുടങ്ങിയപ്പോൾ, ശേഖരിക്കാൻ തുടങ്ങിയപ്പോൾ മലയുടെ മുകളിൽ നിർത്തിയിരുന്നവർ യുദ്ധം വിജയിച്ചിരിക്കുന്നു, ഇനി നമുക്കിവിടെ നിന്നിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവരുടെ തലവനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏത് സാഹചര്യത്തിലും ഇവിടം വിട്ട് പുറത്തേക്ക് വരരുതെന്നല്ലേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശം? അത് യുദ്ധം നടക്കുമ്പോഴല്ലേ, യുദ്ധം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഗനീമത്ത് ശേഖരിക്കാൻ വേണ്ടി ആ 50 അംഗ സൈന്യം ഉഹദിൻ്റെ രണാങ്കണത്തിലേക്ക് വന്നതോടുകൂടി കാറ്റുമാറി വീശി മുസ്ലിം സൈന്യം പരാജയത്തെ അഭിമുഖീകരിച്ചു. 70ഓളം ആളുകൾ മരിച്ചുപോയി. മുഹമ്മദ് റസൂലുള്ള ഒപ്പമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിന് അറിയാമായിരുന്നു, ആ മല ശൂന്യമായാൽ, ആ മല കാലിയായാൽ മുസ്ലിം സൈന്യത്തിനെതിരിൽ ശത്രുവിന് വിജയിക്കാൻ സാധ്യതയുണ്ട്.
ഒരു വലിയ ആസൂത്രണമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ. അത് നടത്താതെ ഒരു പ്രവാചകനെ പോലും അള്ളാഹു വിജയിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഹദ്ദക്കിൻ്റെ യുദ്ധം മദീനയെ വിഴുങ്ങാൻ വേണ്ടി വന്നപ്പോൾ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വശവും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലുകളിൽ ആർക്കും കടന്നു വരാൻ കഴിയാത്ത വിധത്തിൽ കോട്ട കെട്ടി നിൽക്കുന്ന മദീന അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി തുരഞ്ഞെടുത്ത സുരക്ഷിത നഗരമല്ല. പക്ഷെ ഒരു പ്രദേശം മാത്രമേ ഉള്ളൂ, ഓപ്പണായി കിടപ്പുള്ളൂ, നഗ്നമായി കിടപ്പുള്ളൂ. 4 കിലോമീറ്റർ നീളത്തിൽ 10,000-ഓളം വരുന്ന ശത്രുവിന് മദീനെ മുറിച്ചു കടക്കാനാവാത്ത വിധം, കുതിരയ്ക്ക് ചാടിക്കടക്കാനാവാത്ത വിധം ഹന്തക്ക് എന്ന് പറയുന്ന കിടങ്ങ് കുഴിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ മദീനയെ പ്രതിരോധിച്ചത്. അന്ന് അള്ളാഹുവിൻ്റെ റസൂലിന് വിശപ്പ് സഹിക്കാനാവാതെ വയറിൽ കല്ല് വെച്ച് കെട്ടിയ കഥ ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. നബിയല്ലേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിജയവാഗ്ദാനം ഒരു നബിക്കല്ലെങ്കിൽ ആർക്കാണ്? ഇല്ല, ആസൂത്രണം നടത്താതെ ഒരു നബിയും വിജയിക്കില്ല. ഇന്ത്യ രാജ്യം തെരഞ്ഞെടുപ്പിൻ്റെ ഗോതയിലിറങ്ങുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിന് ദേശീയ തലത്തിലോ കേരളീയ തലത്തിലോ എന്തെങ്കിലും രാഷ്ട്രീയമായ ആസൂത്രണം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഒരു ചുക്കുമില്ല, ചുണ്ണാമ്പുമില്ലെന്ന് ഞാൻ പറയുകയാണ്. എങ്ങനെ ഈ സമൂഹം രക്ഷപ്പെടും? ഇന്ന് നമ്മൾ എൻ്റെ പാർട്ടിക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യാൻ, ഒരു സമൂഹത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിക്കാതെ എൻ്റെ പാർട്ടിക്ക് വേണ്ടി മാത്രം വോട്ട് ചെയ്യാൻ കരുതിയിരിക്കുന്ന എത്ര രാഷ്ട്രീയ പാർട്ടി അടിമകൾ, ഭ്രാന്തന്മാർ നമുക്കിടയിലുണ്ട്. ഞാൻ പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ നിങ്ങൾ പ്രവർത്തിക്കേണ്ടെന്നല്ല. പക്ഷേ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വിജയിക്കാതിരിക്കാൻ ആർക്ക് വോട്ട് ചെയ്താലാണ് ഇത് സഹായകമാവുക എന്ന് തീരുമാനിക്കാനെങ്കിലുമുള്ള, അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും കഴിയില്ലെങ്കിൽ, അത്രയെങ്കിലും വിവരം കാണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, മിനിമം 1-ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ബോധം പോലുമില്ലാത്ത ഒരു സമുദായം രക്ഷപ്പെടുക സാധ്യമല്ല. ഞാൻ പറയട്ടെ, ഇവർ കൊടുക്കുന്ന നിർദ്ദേശം എന്താണെന്ന് അറിയണം. 410 സീറ്റ് വേണമെന്ന് അവർ എത്ര കാലമായി ആവർത്തിച്ച് പറയുന്നു. എന്തിനാണ്? അവർ പറയുന്നു, എല്ലാ ഹിന്ദു കുടുംബങ്ങളോടുമുള്ള അഭ്യർത്ഥന 10 കുടുംബാംഗങ്ങളുമായും 10 സുഹൃത്തുക്കളുമായും ഈ സന്ദേശം പങ്കുവെക്കാൻ പറഞ്ഞുകൊണ്ട് അവർ ആസൂത്രണം നടത്തുകയാണ്. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പിക്നിക്കിന് പോകരുതേ, വെള്ളിയാഴ്ചയായിരിക്കാം, തെരഞ്ഞെടുപ്പ് ഒഴിവാക്കരുത്, സമ്മതിദാനാവകാശം വിനിയോഗിക്കുക തന്നെ വേണം. ചിലർ പറയുന്നത് കേട്ട് ജുമാ മുടക്കിയാണെങ്കിലൊന്ന്, ജുമാ മുടക്കിയിട്ട് പോവുകയും ചെയ്യരുത്. അങ്ങനെ ഒരു പദ്വയില്ല. ജുമാ മുടക്കാതെ തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ പങ്കെടുക്കാൻ നല്ല സമയമുണ്ട്. ജുമാ അത്ര നിസ്സാരമൊന്നുമല്ല. ജുമാ നിസ്കരിച്ചിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണം. അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്തിട്ട്. പടച്ച തമ്പുരാൻ കൂടിയാണ് നമ്മെ സഹായിക്കേണ്ടത്. അതുകൊണ്ട് ഇവർ പറയുന്നത് പിക്നിക്കിൽ പോകരുത് എന്നാണ്. പിക്നിക്കിൽ പോകരുത്. BJPക്ക് നിങ്ങൾ വോട്ട് ചെയ്തെന്ന് ഉറപ്പാക്കുക. തുടർന്ന് പിക്നിക്കിലേക്കോ ജോലി സ്ഥലത്തേക്കോ സുഹൃത്തുക്കളുടെയൊക്കെ സ്ഥലത്തേക്കോ പോവുക. എന്തിനാണ്? ഒന്ന്, വഖഫ് ബോർഡ് നിർത്തലാക്കാൻ. ലോക്സഭയിൽ NDAക്ക് 407 സീറ്റുകൾ വേണമെന്ന്. വഖഫ് ബോർഡ് നിർത്തലാക്കാൻ. വഖഫ് ബോർഡ് ഈ രാജ്യത്തിന് എന്ത് ദ്രോഹമാണ് ചെയ്തേ? ദശലക്ഷക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. എന്നിട്ടും വഖഫ് ബോർഡുകൾ തന്നെ നിർത്തലാക്കൽ പദ്ധതിയാണത്രേ. രണ്ടാമത്തേത് ലോക്സഭയിൽ 407 സീറ്റുകൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ ഇല്ലാതാക്കാം. അവർക്ക് എല്ലാ ഹിന്ദുക്കൾക്കും കൊടുക്കുന്ന മെസ്സേജാണ്. ലോക്സഭയിൽ മോഡിക്ക് 407 സീറ്റുണ്ടെങ്കിൽ ആരാധനാലയങ്ങളുടെ നിയമം നിർത്തലാക്കാം. പള്ളികളാക്കി മാറ്റപ്പെട്ട ആയിരക്കണക്കിന് ഹിന്ദു ക്ഷേത്രങ്ങൾ തിരികെ പിടിക്കാമെന്ന്. ഇവിടെ അങ്ങനെയാണ് പ്രചാരണം. ഇതെല്ലാം ഇവരുടെ ലക്ഷ്യം എന്താണെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു പള്ളിയും ഉണ്ടാകരുതെന്ന്. ഈ പള്ളികൾക്കൊക്കെ അവകാശമാണ്. നമുക്കൊക്കെ പള്ളിയിൽ വന്നിരിക്കാൻ കഴിയുന്ന ഈ സന്തോഷമുണ്ടല്ലോ. കൊറോണ കാലത്ത് പള്ളിയിൽ പടച്ചവനെ ഒന്ന് പോയി അല്പനേരം ഇബാദത്ത് ചെയ്തിരിക്കണമെന്ന് നമ്മൾ കൊതിച്ചു പോയിട്ടുണ്ട്. ഈ പള്ളികൾ നമുക്ക് തരുന്ന മനഃശാന്തി, സന്തോഷം ഒരുപാടാണ്. ഈ പള്ളികൾ തന്നെ ഇല്ലാതാവുക. ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികമായ ഊർജം പള്ളികളാണ് പ്രദാനം ചെയ്യുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് പള്ളികൾ തന്നെ ആയിരക്കണക്കിന് പിടിച്ചെടുക്കണം. അതുകൊണ്ട് അതിന് വേണ്ടത് ആരാധനാലയ സംരക്ഷണ നിയമം ഇല്ലാതാക്കണം. അതിന് 407 വോട്ട് വേണം. 407 സീറ്റുണ്ടെങ്കിൽ തീവ്രവാദത്തിൻ്റെ ഫാക്ടറിയായ മദ്രസകൾ നിരോധിച്ചുകൊണ്ട് ഏകീകൃത വിദ്യാഭ്യാസ നിയമം കൊണ്ടുവരാം. നോക്ക്, മദ്രസകൾ വേണ്ട പോലും. മദ്രസകൾ എന്ന് പറയുന്നത് എത്രമാത്രം ഈ രാജ്യത്തിന് ഗുണം ചെയ്തു എന്ന് നിങ്ങൾക്കറിയാമോ? മദ്രസകളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ ഇന്ന് എന്തെങ്കിലും നന്മകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ മദ്രസകൾ കേരളത്തിലില്ലായിരുന്നുവെങ്കിൽ ഒന്നാലോചിച്ച് നോക്കൂ. അറബി അക്ഷരം പോലും അറിയാത്ത, ഖുർആൻ ഓതാൻ അറിയാത്ത, നിസ്കാരം എന്തെന്നറിയാത്ത, നഗ്നത മറയ്ക്കണമെന്നറിയാത്ത, മൂത്രമൊഴിച്ചാലും വിസർജിച്ചാലും കഴുകണമെന്നറിയാത്ത, ലഹരി ഉപയോഗിക്കരുതെന്നറിയാത്ത, ഇതൊക്കെ പാടില്ലെന്ന് നമ്മെ പഠിപ്പിക്കുന്നതിൽ നിസ്കാരത്തിൻ്റെയും പള്ളിയുടെയും പങ്കെത്ര വലുതാണെന്നറിയോ? ഇതൊക്കെ നമ്മുടെ തലമുറകളെ പഠിപ്പിച്ചു വിട്ടത് ഈ മദ്രസകളായിരുന്നു.
ഈ മദ്രസകളെ അവർ ഉന്നം വയ്ക്കുകയാണ്. അവർക്ക് ഈ രാജ്യത്ത് വലിയ അരാജകത്വം തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. മദ്രസകൾ അതിന് തടസ്സമാണ്. ധാർമ്മികതയുടെയും സദാചാരത്തിൻ്റെയും കാവൽപ്പുരകളായ പള്ളികൾ, മദ്രസകൾ. അതുകൊണ്ട് ഇതൊക്കെ പിടിച്ചെടുക്കണം. തീവ്രവാദത്തിൻ്റെ തുരുത്തുകൾ എന്നാണ് ഇതിനെ പറയുന്നത്. എന്തെങ്കിലും തീവ്രവാദം ഒരു മദ്രസയിൽ നിന്ന് ഇന്നോളം ഉണ്ടായോ നിങ്ങൾക്കറിയാമല്ലോ. എന്നിട്ടും അവർ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹ് എന്നുച്ചരിക്കാൻ അറിയാത്ത ഒരു തലമുറ ഈ രാജ്യത്തുണ്ടാകാതെ കാത്തത് സത്യത്തിൽ ഈ മദ്രസകളായിരുന്നു എന്ന് ആർക്കാണ് അറിയാത്തത്? അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു എന്ന് പറയുന്നത് മൗജൂദ്, പണ്ടേ ഉള്ളവനാണ്. ഖദീം അനാദിയാണ്, ബാഖി അനന്തനാണ്, മുഖാലിഫുൻ ലിൽ ഖൽഖ് അനന്യ സദൃശനാണ്, ആർക്കും അസദൃശനാണ്. ഇതായിരിക്കണം അല്ലാഹ് എന്ന് നമ്മുടെയൊക്കെ കുരുന്ന മനസ്സുകളിൽ മദ്രസകളിൽ പഠിപ്പിച്ച പാഠങ്ങൾ ഇന്നും ഒട്ടിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഏതെങ്കിലും ഒരാൾ ദൈവം വന്നിട്ട് ഞാൻ ദൈവമാണെന്ന് പറയുമ്പോൾ പോടാ എന്ന് പറയാൻ ഈ സമുദായത്തിന് കഴിയുന്നത്. മദ്രസ പഠിപ്പിച്ച പാഠമാണ്. അതിൽ നിന്ന് നമ്മൾ അകന്നു പോയപ്പോഴാണ് ഇന്ന് പലപ്പോഴും അതിനടിമകളാകുന്നത്. മദ്യം ഹറാമാണ് എന്ന് പുതിയ തലമുറയോട്, മദ്രസയിൽ പോകാത്തവരോട് നിങ്ങൾ ചോദിക്കുക. അവർ പറയും മദ്യത്തിന് എന്താ കുഴപ്പം, ലോകം മുഴുവൻ കുടിക്കുന്ന മദ്യത്തിന്. മദ്യം ഹറാമാണെന്ന പാഠം ഈ ഉമ്മത്തിൻ്റെ തലച്ചോറിൽ ഇടം പിടിച്ചതിന് കാരണം ഈ മദ്രസകളായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഔറത്ത് മറയ്ക്കൽ, നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ സമയബോധമുണ്ട്, നമസ്കാരത്തിൻ്റെ ഷർത്തുകളിൽ ദിശാബോധമുണ്ട്, ഖിബിലയ്ക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്ന സമയബോധമുണ്ട്. കൃത്യം സമയത്ത് നിസ്കരിച്ചില്ല നിസ്കാരമാവൂല. സമയബോധമില്ലാതെ രാവിലെ 9 മണി വരെ കിടന്നുറങ്ങി 1 മണി വരെ പോലെ തെരുവ് നായ്ക്കളെ പോലെ തെരുവിലലഞ്ഞിട്ട് വന്ന് സമയബോധമില്ലാതെ ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ നേരത്തുറങ്ങാനും നേരത്തുണരാനും പഠിപ്പിക്കുന്ന നമസ്കാരത്തിൻ്റെ സമയബോധം അതിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതാണ്. നഗ്നത മറയ്ക്കണമെന്ന് പഠിപ്പിക്കുന്നത് നമസ്കാരവും ഈ സംസ്കാരവുമാണ്. തുണി അഴിച്ചിട്ട് നടന്നാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഔറത്ത് മറയ്ക്കൽ നമസ്കാരത്തിൻ്റെ ഷർത്താക്കി വെച്ചുകൊണ്ട് നഗ്നതയ്ക്കെതിരിൽ നമസ്കാരവും പള്ളിയും പടവാളേന്തിയില്ലായിരുന്നുവെങ്കിൽ ഈ സമുദായവും മറ്റുള്ളവരെ പോലെ തുണി അഴിച്ചിട്ട് നടന്നേനെ, അല്ലെങ്കിൽ അർദ്ധനഗ്നരായി നടന്നേനെ. ഈ സമുദായത്തെ നമസ്കാരം പഠിപ്പിച്ച മദ്രസകൾ, മദ്യം ഹറാമാണെന്ന് പഠിപ്പിച്ച മദ്രസകൾ, ലഹരി നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ച മദ്രസകൾ, സ്വർഗം നമുക്ക് നാളകളിൽ നമ്മുടെ കർമ്മഫലമായി ലഭിക്കേണ്ടതാണെന്ന് പഠിപ്പിച്ച മദ്രസകൾ, നരകത്തെ ഭയന്ന് വേണം നമ്മുടെ കർമ്മപരിപാടികൾ ആവിഷ്കരിക്കാനെന്ന് പഠിപ്പിച്ച മദ്രസകൾ. ഈ മദ്രസകൾ ഇതര അറബി രാജ്യങ്ങളെപ്പോലും ഞെട്ടിച്ച ഈ അത്ഭുത മദ്രസകളുടെ നേരെ ഇവൾ വാളോങ്ങുക. 407 സീറ്റൊന്ന് കിട്ടിയാൽ ഞങ്ങൾ നിർത്തിത്തരാം എന്നാണ് ഹിന്ദുക്കൾക്ക് ഉറപ്പ് കൊടുക്കുന്നത്. ഈ നിലയിൽ ഉറപ്പ് കൊടുത്ത് അവരുടെ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മദ്രസയോടും അതിലെ അധ്യാപകരോടും ഈ സമൂഹം എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മളത് വലിച്ചെറിഞ്ഞു. പള്ളിക്കുടത്തിൽ പോകേണ്ടത് ന്യായം പറഞ്ഞ് നമ്മുടെ മക്കളെ മദ്രസകളിൽ അയച്ചില്ല. ആ മക്കളിൽ നമുക്ക് തീച്ചു കിട്ടിയത് എന്താണ്? നമ്മുടെ വളർന്നു വരുന്ന തലമുറ ഇന്ന് മദ്യപാനം ചെയ്യുന്നവരായി, അള്ളാഹുവിനെ ഓർമ്മയില്ലാത്തവരായി മാറിയെങ്കിൽ മൃഗതുല്യരായി. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗലൽ ഉലമാ ലസാറൻ നാസു മിസ്ലൽ ബഹായിം. ഉലമാക്കൾ, പണ്ഡിതന്മാരില്ലായിരുന്നുവെങ്കിൽ, ഉള്ളവരെ കുറ്റം പറയാൻ എളുപ്പമാണ്, എല്ലാവരും കുറ്റമുക്തരാണെന്ന് ഞാനൊട്ടും പറയുന്നുമില്ല, പക്ഷേ എല്ലാവരും ചീത്തയായിരുന്നുവെങ്കിൽ ഇന്ന് വരെ പലിശ ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതനുണ്ടോ? ഇന്ന് വരെ കള്ളു കുടിക്കാമെന്ന് പറഞ്ഞ പണ്ഡിതനുണ്ടോ? ഇന്ന് വരെ ലഹരി ഉപയോഗിക്കാമെന്ന് പറഞ്ഞ പണ്ഡിതനുണ്ടോ? പണ്ഡിതൻ പറഞ്ഞോ നമസ്കാരത്തിൻ്റെ നിർബന്ധതയെ, നഗ്നത അനുവദനീയമാണെന്ന് പറഞ്ഞ ഒരു പണ്ഡിതനുണ്ടോ? പണ്ഡിതനെ കുറ്റം പറയാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. കാരണം പണ്ഡിതന്മാരുടെ വിശ്വാസ്യത ചോർന്നു പോയാൽ ഈ ദീൻ നിലനിൽക്കുകയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മദ്രസകളിൽ നമ്മുടെ ഉസ്താദുമാർ നമ്മെ പഠിപ്പിച്ചത് അതൊരു സംസ്കാരമാണ്, അതൊരു അദബാണ്, അതൊരു അച്ചടക്കമാണ്. കുറേ അറിവുകളുടെ ആകത്തുകയല്ല മദ്രസ എന്ന് പറയുന്നത്. അവിടെ ഒരു അദബുണ്ട്, ഒരു അച്ചടക്കമുണ്ട്. മദ്രസയിൽ പഠിച്ചു പോയവൻ, ആദരവ് പഠിച്ചവൻ, ഉസ്താദുമാരെ ബഹുമാനിക്കാൻ പഠിച്ചവൻ. ബഹുമാനമെല്ലാം പൂജയല്ല. ചിലർ പറയും അങ്ങനെയൊന്നും ആരെയും ബഹുമാനിക്കേണ്ട, അത് വ്യക്തി ആരാധനയാണ്, വ്യക്തി പൂജയാ. പൂജ വേറെ, അതുപോലെ തന്നെ ആദരവ് വേറെ. ആദരവിൻ്റെ സംസ്കാരം അത് വളരെ വിലപ്പെട്ടതാണ്. മാതാപിതാക്കളെ അനുസരിക്കാത്ത, അവർ പറഞ്ഞാൽ കേൾക്കാത്ത, അവർ വിളിച്ചാൽ വരാത്ത, അവരുടെ നേരെ കൈയൊങ്ങാൻ തയ്യാറുള്ള ഒരു മദ്രസയിൽ പഠിച്ച വിദ്യാർത്ഥി ഉണ്ടാകുമായിരുന്നോ? ഇന്നത്തെ സ്ഥിതി എന്താണ് പ്രിയപ്പെട്ടവരെ? അവരുടെ വാക്കിനൊരു പുല്ലിൻ്റെ വില പോലും ഈ സമൂഹം കൽപ്പിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം ഉലമാക്കളെ മാനിക്കുന്ന മദ്രസയുടെ സംസ്കാരത്തിൽ നിന്ന് നാം അകന്നു പോയതാണ്. അതില്ലാതാക്കാൻ ഞങ്ങൾക്ക് കഴിയും. 407 വോട്ട് തന്നാലെന്ന് പറയുമ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ നമുക്ക് കഴിയുമോ? എന്താകും നാളെ നമ്മുടെ തലമുറയുടെ ദുരന്തം?
ഇതുപോലുള്ള സമൂഹങ്ങൾ വളർന്നു വന്നിടത്തൊക്കെ എന്താണ് അവർ അനുഭവിക്കുന്നതെന്ന് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള ഞാൻ ഇന്നും കുറഞ്ഞ സമയത്ത് അതിനു വേണ്ടി സമയം വിനിയോഗിക്കുന്നില്ല. ലൗലൽ ഉലമാ, ഉലമാക്കളില്ലായിരുന്നെങ്കിൽ അവർ മൃഗങ്ങളെപ്പോലെയായേനെ. ഇന്നഹും ബിത്തഅല്ലുമി യുഖ്രിജൂന അന്നാസ മിൻ ഹദ്ദിൽ ബഹീമ. മൃഗങ്ങളുടെ പരിധിയിൽ നിന്ന് മനുഷ്യരെ അറിവ് കൊടുത്താണ് പണ്ഡിതന്മാർ മോചിപ്പിക്കുന്നത്. വിലക്കുകൾ കൊടുത്താണ് മക്കളെ മൃഗം തിന്നതുപോലെ തിന്നരുത്, മൃഗം കുടിക്കുന്നത് പോലെ കുടിക്കരുത്, മൃഗം ഉടുക്കാതെ നടക്കുന്നത് പോലെ നടക്കരുത്, മൃഗം ഇണചേരുന്നത് പോലെ ഇണചേരരുത് എന്ന് പഠിപ്പിച്ച് മൃഗവും മനുഷ്യനും തമ്മിലുള്ള അതിർവരമ്പുകൾ അവർ വേർതിരിച്ച് പഠിപ്പിച്ചുകൊണ്ട് മൃഗീയതയുടെ വൃത്തത്തിൽ നിന്ന് ഈ മനുഷ്യരെ മനുഷ്യരാക്കിയില്ലായിരുന്നുവെങ്കിൽ അവിടെ മദ്രസ എന്ന് പറയുന്നത് ഈ അരാജകത്വത്തിൻ്റെ ഏറ്റവും വലിയ തിരുത്തായി കാവൽപ്പുരകളായി നിലനിൽക്കുന്ന മദ്രസകളെ ഇവർക്ക് തീർത്താൽ തീരാത്ത പകയാ. കാരണം അവർക്ക് സ്വവർഗരതി നിയമമാക്കപ്പെട്ടിരിക്കുന്നു. അന്യൻ്റെ ഭാര്യയെ അനുഭവിക്കണമെങ്കിൽ അത് നിയമവിധേയമാണെന്ന് കോടതിയുടെ വിധി അവർ ഉറപ്പുവരുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഒരു നിയതമായ ജീവിത സംസ്കാരവും വേണ്ട എന്ന് പറയുന്നവർ, അനീതി, അക്രമം, വെറുപ്പ്, അഴിമതി, അതൊക്കെ ഇന്ന് കല പോലെ കൊണ്ടാടുന്ന ഒരു സമൂഹം. ഒരു രാജ്യം നശിക്കാൻ മറ്റെന്ത് വേണം? പ്രിയപ്പെട്ടവരെ, ഒരു രാജ്യത്തിൻ്റെ നാശത്തിന് ഇനി എന്ത് വേണം? ഈ ദുരന്തം ഇവിടെ വരാൻ വേണ്ടി അവർ പറയുന്നതെന്തെന്നറിയോ? നിങ്ങൾക്ക് ഞങ്ങൾ മദ്രസകൾ ഇല്ലാതാക്കി തരാം, നിങ്ങൾ 407 സീറ്റ് കൊടുത്താൽ മതി. അതുപോലെ 407 ഉണ്ടെങ്കിൽ 77 വർഷമായി കേന്ദ്രവും 29 സംസ്ഥാന സർക്കാരുകളും ഉണ്ടാക്കിയ ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ ഇല്ലാതാക്കി തരാം. ഹിന്ദുക്കൾക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അതുപോലെ മോഡിക്ക് ലോകസഭയിൽ 407 സീറ്റുണ്ടെങ്കിൽ എല്ലാവർക്കും 2 കുട്ടികൾ മതി എന്ന ബാലനിയമം നടപ്പാക്കാം. എല്ലാവർക്കും 2 കുട്ടികൾ എന്ന് പറയുന്ന ബാലനിയമം ഉന്നം വയ്ക്കുന്നത് ആരെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ അതൊക്കെ ഇവരുടെ പദ്ധതികളാണ്. അതുപോലെ 407 സീറ്റുണ്ടെങ്കിൽ UCC നടപ്പാക്കാം, 4 നിക്കാഹും 3 തലാഖും നിരോധിക്കാം. ഇങ്ങനെയുള്ള പദ്ധതികളുമായി ലോക്സഭയിൽ 407 സീറ്റുണ്ടെങ്കിൽ ഇനിയും പലതും പറയുന്നുണ്ടവർ. ആ കൂട്ടത്തിൽ സുഹൃത്തുക്കളെ, നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും നടത്തൂ. ഇത്തവണ 400 കൃത്യം 407 സീറ്റുകൾ കടക്കണം. ഈ മാറ്റം രാജ്യ താല്പര്യത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ ഹിന്ദു വീടുകളിലൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുക. എത്ര വലിയ പദ്ധതികളാണ്! ഇത് വരരുത്, ഇതൊരു മഹാദുരന്തമാണ്. അതുകൊണ്ട് ആ ദുരന്തത്തെ പ്രതിരോധിക്കാൻ നമ്മൾ ഈ സുവർണാവസരത്തെ ഉപയോഗപ്പെടുത്തണം. ഒരു സമൂഹം എന്നുള്ള നിലയിൽ എന്താണ് ഈ ഉമ്മത്തിന് ഗുണമെന്ന് ആലോചിക്കണം. എൻ്റെ പാർട്ടിക്ക് എന്താണ് ഗുണമെന്നായിരിക്കരുത് നമ്മുടെ ഒന്നാമത്തെ ആലോചന. എൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് എന്തുപകാരപ്പെടുമെന്നായിരിക്കരുത്. അതുകൊണ്ട് ഒരു വശത്ത് അത്തരത്തിലുള്ള പദ്ധതികളും ആസൂത്രണങ്ങളുമായി പോകുമ്പോൾ തന്നെ രണ്ടാമത് അള്ളാഹുവിൻ്റെ സഹായം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ നമ്മൾ ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ ചില സന്ദേശങ്ങൾ നൽകാനുണ്ട്. ഈ രാജ്യത്ത് എന്നല്ല, ലോകത്തെപ്പോഴും അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് എന്തെങ്കിലും ഭീഷണികൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സുവർണാവസരങ്ങൾ നൽകിയിട്ടാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല. 700 കൊല്ലം യൂറോപ്പ് ഭരിക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് അവസരം നൽകിയില്ലേ എന്ന് ചരിത്രം വായിച്ചു നോക്കൂ. ആർക്കും തർക്കമില്ലാത്തതാണ്. മുസ്ലിം സ്പെയിൻ 700 കൊല്ലം അടക്കി ഭരിച്ചപ്പോൾ സിൽവസ്റ്റർ രണ്ടാമൻ വന്ന് കൊർഡോവ യൂണിവേഴ്സിറ്റിയിലാണ് വിദ്യാഭ്യാസം ചെയ്തു പോയത്. ആദ്യത്തെ യൂണിവേഴ്സിറ്റിയും മെഡിക്കൽ കോളേജും ഒക്കെ സ്ഥാപിച്ച് സുഖലോലുപന്മാരായി മാറിയപ്പോൾ കൊച്ചു കൊച്ചു വിഭാഗീയതകളുടെ പേരിൽ അഭിരമിച്ചുകൊണ്ട് തമ്മിലടിച്ചപ്പോൾ ആ സമൂഹം യഥാർത്ഥത്തിൽ തങ്ങൾക്ക് അല്ലാഹു ഏൽപ്പിച്ച ഒരു ദൗത്യം മറന്നുപോയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില ദൗത്യങ്ങളുണ്ട്. എന്താണത്? കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്ത. നിങ്ങളെ വെറുതെ ഈ ലോകത്ത് സൃഷ്ടിച്ചതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു പോയ നിങ്ങളെ ഒരു വസത്തായ സമുദായമാക്കിയിരിക്കുന്നു, ഒരു മധ്യമ സമൂഹം. ജീർണതയ്ക്കും തീവ്രതയ്ക്കും അടിമപ്പെടാത്ത സമൂഹമാക്കി നാം മാറ്റിയിരിക്കുന്നു. എന്നാൽ തകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കാൻ, നിങ്ങൾ അള്ളാഹുവിൻ്റെ സാക്ഷികളായി ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഇവിടെ വെച്ചേക്കണേ. അങ്ങനെ നമ്മൾ ജീവിച്ചില്ലെങ്കിൽ അത് മതി നമ്മളെ ശിക്ഷിക്കാൻ അള്ളാഹുവിന്. വയകൂന റസൂലു അലൈക്കും ഷഹീദാ, റസൂല് നിങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു തന്നതുപോലെ റസൂല് ഷഹീദായിരുന്നു സഹാബാക്കൾക്ക്. നിങ്ങൾ ലോകത്തുള്ള മറ്റ് ജനങ്ങൾക്ക്, മദ്യപിക്കുന്ന ജനങ്ങൾക്ക് മദ്യപിക്കാത്ത ജീവിതം എങ്ങനെയെന്ന്, വ്യഭിചരിക്കുന്നവർക്ക് വ്യഭിചരിക്കാതെ ജീവിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ഷഹീദാകണം. ലിതകൂനു ശുഹദാ അലന്നാസ്, ആകാൻ നമ്മൾക്കാകണം, എങ്കിലേ പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ലോകത്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷഹാദത്തു അല്ലാ ഇലാഹയാണ്. കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സാക്ഷിയാവുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണിത്. നമ്മുടെ ജീവിതം കൊണ്ട് നാം ലോകത്തിന് സാക്ഷികളാകണം എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന്. ഈ ജോലി നമ്മൾ ചെയ്യണം.
രണ്ടാമതൊരു ജോലിയുണ്ട്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹാ. കിട്ടുന്ന ഏതൊരവസരത്തിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിലേക്ക് നമ്മൾ പ്രബോധനം ചെയ്യുന്നവരാകണം. ഒരു നല്ല ഉദ്യോഗസ്ഥൻ, ഒരു മുസ്ലിമായ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണെന്ന് കാട്ടിക്കൊടുത്ത് ദഅവത്ത് ചെയ്യണം. ഒരു നല്ല മന്ത്രി എങ്ങനെയാണ് ഒരു മന്ത്രി നല്ല മന്ത്രിയാവുക എന്ന് ദഅവത്ത് ചെയ്യണം. എങ്ങനെ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഈ ലോകത്തവൻ്റെ ദൗത്യം ദഅവത്ത് നിർവഹിക്കേണ്ടതുണ്ട്. വഅന മിനൽ മുസ്ലിമീൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമാണെന്ന് പറയാനുള്ള അഭിമാനബോധവും ഈ സമുദായത്തിന് വേണം. എത്രയോ കാലങ്ങളായി അത് ചുരുങ്ങി ഇല്ലാതാവുകയാണ്. ഒരു മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. മുസ്ലിമാണെന്ന് എന്നെ കണ്ടാൽ ആരും തോന്നരുതെന്ന് ബോധപൂർവം ശ്രമിക്കുകയാണ്. ഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ ആകാതെ ഈ സമൂഹം രക്ഷപ്പെടാൻ പോകുന്നില്ല. മിനൽ മുസ്ലിമീൻ എന്ന പോലെ ഏതൊരു സമൂഹത്തിൻ്റെ ഭാഗമാണോ അതിൽപ്പെട്ടവനാണെന്ന അഭിമാനത്തോടുകൂടി പറയാനും കാട്ടിക്കൊടുക്കാനും കഴിയുന്ന ഒരു സമൂഹത്തിന് അന്തസ്സോടെ ആർജവത്തോടുകൂടി ജീവിക്കാൻ അവകാശമുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്. ഈ ഒളിച്ചോട്ടം കൊണ്ട് രക്ഷപ്പെടില്ല. ഒന്നാമത്തേത് ഷഹാദത്ത്, രണ്ടാമത്തേത് ദഅവത്ത്. ഈ ഉമ്മത്ത് ഏറ്റെടുക്കണം. ഇതിലാണ് നാം വീഴ്ച വരുത്തിയത്. നമ്മുടെ ഭരണാധികാരികൾ വീഴ്ച വരുത്തിയത്, മുഗളന്മാർ വീഴ്ച വരുത്തിയത്, യൂറോപ്പിലെ സ്പെയിനിലെ മുസൽമാൻ വീഴ്ച വരുത്തിയത് കൊണ്ടും വടികൊണ്ടുമല്ല. അവർ ഇസ്ലാമിൻ്റെ മഹിമ കണ്ട് ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായനെ അപ്പണി അവർ ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, മറ്റൊന്നുണ്ട്. മനുഷ്യരിൽ ചിലർ മറ്റു ചിലരെ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞില്ലെങ്കിൽ ഇവിടെ സവാമികൾ തകർന്നു പോകും. ഏത്? ജൂത ദേവാലയങ്ങൾ പൊളിഞ്ഞു പോകും. ക്രൈസ്തവ ചർച്ചുകൾ, സലവാത്ത് ഹിന്ദു ക്ഷേത്രങ്ങൾ, മസാജിദ് പള്ളികൾ പൊളിഞ്ഞു പോകും. ഇതൊന്നും പൊളിയണ്ട, ഇതൊക്കെ നിലനിൽക്കട്ടെ, ആരാധനാ സ്വാതന്ത്ര്യം നിലനിൽക്കട്ടെ. ഇതൊക്കെ പൊളിക്കുന്നത് തടയണമെങ്കിൽ പ്രതിരോധമുണ്ടാകണം. പ്രതിരോധം വാളുകൊണ്ടും വടികൊണ്ടും മാത്രമല്ല, ഒരു നിയമവ്യവസ്ഥയുള്ള രാജ്യത്തത് സാധ്യമല്ല. നാവ് കൊണ്ടുള്ള പ്രതിരോധത്തിന് നമ്മൾ രംഗത്തിറങ്ങണം. ഇലക്ഷൻ അതിൻ്റെ അവസരമാണ്. മതേതര ബോധമുള്ളവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടും നമ്മൾ സ്വന്തമായും പ്രതിരോധം തീർത്തില്ലെങ്കിൽ പള്ളികൾ പൊളിയും. അള്ളാഹു പറയുക, പള്ളികൾ പറയും മുമ്പേ ചർച്ചുകൾ പൊളിയും, സിനഗോഗുകൾ പൊളിയും, ടെമ്പിളുകൾ പൊളിയുമെന്ന് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ പൊളിയാതെ നിൽക്കണമെങ്കിൽ പ്രതിരോധ ശേഷി നമുക്കുണ്ടാകണം. നാവ് കൊണ്ടെങ്കിലും പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ദൗത്യങ്ങൾ നിർവഹിക്കണം. ആ നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഭാവി കരുപ്പിടിപ്പിക്കുന്ന ഒരു സമൂഹമായി മാറാൻ നമുക്ക് കഴിയുമാറാകട്ടെ. ഇലക്ഷൻ്റെ സമയത്ത് വളരെ കൃത്യമായ നിലയിൽ തരംതിരിവോടുകൂടി ആവുന്ന വിധത്തിൽ നമ്മൾ ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഷഹീദായി ജീവിക്കാൻ, ഷഹീദാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൻ്റെ നേർസാക്ഷികളായി ലോകത്തിന് കാണാൻ കഴിയുന്ന വിധത്തിൽ ഇസ്ലാമിൻ്റെ നല്ല പ്രബോധകന്മാരായി ഞാൻ മുസ്ലിമാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജീവിക്കാൻ. അതുപോലെ തന്നെ തെറ്റുകൾ കാണുമ്പോൾ നാവ് കൊണ്ടെങ്കിലും ഇന്ന് നമ്മുടെ രാജ്യത്ത് നാവ് കൊണ്ട് പ്രതിരോധിക്കാൻ തടസ്സമില്ല. ആ പ്രതിരോധത്തിൻ്റെ വഴികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ മാറ്റം സുനിശ്ചിതമാണ്. രാജ്യത്ത് ഫാസിസം വെറുതെ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള കളിയാണ്. ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ ഫാസിസം കീഴടക്കിയിട്ടില്ല എന്നുള്ളത് ശുഭാപ്തി വിശ്വാസം നൽകുന്ന സംഗതിയാണ്. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക, തെരഞ്ഞെടുപ്പിനെ ഫലപ്രദമായി വിനിയോഗിക്കുക, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. അള്ളാഹു നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക.